ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആ, എനിക്കറിയാം ഞാൻ ആ 30 ദിവസത്തെ റിവ്യൂ വരാന്ന് പറഞ്ഞിട്ട് ആ വഴി പോയതാ. ഉം, നമുക്ക് സെറ്റ് ചെയ്യാം. ആ കോണ്ടസ്റ്റ് കോണ്ടസ്റ്റ് കിട്ടാത്തവർക്കായിട്ട് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ 30 ദിവസമായിട്ട് ഒരു 4 ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 30 ഡേ ചലഞ്ച് പോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി. അപ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ പോലെ ദ മൊമെന്റ് ഓഫ് ട്രൂത്ത് ആ ഒരു ഇതാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് പറയും അറ്റ് ലാസ്റ്റ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ 4 ഹാബിറ്റ്സ് കാരണം എൻ്റെ ലൈഫ് ഏതെങ്കിലും രീതിയിൽ ബെറ്റർ ആയോ? 2, ഈ 4 ഹാബിറ്റ്സ് കാരണം ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആയിരുന്നു, കുറച്ചുകൂടി നല്ല വ്യക്തിയായോ? 3, ശരിക്കും ഈ ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വേർത്താണോ? വാ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ചലഞ്ച് തുടങ്ങിയെന്നുള്ള കാര്യം പറയാം. ചെറിയൊരു ഡീറ്റർ പോവാം നിങ്ങൾക്ക്. കുറച്ചാളായിട്ടെ കുറച്ചാളെന്ന് വെച്ചാൽ ഏകദേശം കഴിഞ്ഞ 1 വർഷം 1.5 വർഷമായിട്ട് എൻ്റെ എന്നെ ഒരു അലട്ടുന്നൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ തോട്ടിന് വന്നുകൊണ്ടിരിക്കും. ഞാൻ എത്ര ശ്രമിച്ചിട്ട് അതിങ്ങനെ നിർത്താൻ പറ്റണില്ല. വേറൊന്നുമല്ല, എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കണില്ല, എൻ്റെ ലൈഫിലൊന്നും ഹാപ്പൻ ചെയ്യണില്ല. ഞാനിവിടെ ഈ റൂമിലിരുന്ന് പഠിക്കുന്നതാണ്. വേറെ സംഭവിക്കണില്ല. എന്തിനൊക്കെ സംഭവിക്കണ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പഠിക്കുക അല്ലാണ്ട് അതിനപ്പുറത്തേക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം ജീവിതത്തിൽ, ഇങ്ങനത്തെ ഈ ഒരു തോട്ടുണ്ടല്ലോ, അത് കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കുറേ നാളായിട്ട് ലൈഫിൽ. അങ്ങനെ കുറച്ച് നാളായപ്പോൾ ഞാനിങ്ങനെ ഓരോ സംഭവം ട്രൈ തുടങ്ങി. ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായി. കുറച്ച് പോഡ്കാസ്റ്റ് രസമായിരുന്നു. പിന്നെ കൂട്ടുകാരൻ നാട് വിട്ടു. പിന്നെ പോഡ്കാസ്റ്റ് ഒക്കെ മുടങ്ങി. പിന്നെ ഞാൻ ഇടയ്ക്ക് ജോലിയിൽ കുറച്ച് കയറാൻ നോക്കി, പാർട്ട് ടൈം പോലെ. സെറ്റായില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് തുടങ്ങിയാലോ എന്നുള്ളൊരു തോട്ട് വന്നത്. പണ്ടേ തോട്ടുണ്ടായിരുന്നു, പിന്നെ അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് യൂട്യൂബ് തുടങ്ങാം എന്നുള്ള രീതി വിചാരിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വെറുതെ ഐഡിയ വന്നിട്ട് കേട്ടില്ല, ചലഞ്ച് പോലെ. അപ്പൊ നമുക്ക് വേറെ ടോപ്പിക് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ചലഞ്ച് തുടങ്ങുക, എന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ബാക്കി പിന്നെ ഫിഗർ ഔട്ട് ചെയ്യാം എന്ന് വെച്ചാൽ തുടങ്ങിയതാണ് 30 ഡേ ചലഞ്ച്. അങ്ങനെയാണ് ഞാൻ സാധനം തുടങ്ങിയത്. ഫസ്റ്റ് വീഡിയോ പോലത്തെ കാര്യം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് വീഡിയോ ഞാൻ അങ്ങനെ ഒരു തോട്ട് വന്ന് നേരെ പറഞ്ഞതാ. അപ്പൊ ബുക്ക് വായനയുടെ സംഭവം ഞാൻ 20 മിനിറ്റ് അല്ലെങ്കിൽ 20 പേജ് അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കുക എന്നുള്ളത് എനിക്ക് ആ സ്പോട്ടിൽ വന്നു. പിന്നെ ഞാൻ പറഞ്ഞു പോയി, പിന്നെ അത് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് തുടങ്ങി, പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പോയതാ. അങ്ങനെയാണ് ഞാൻ ചലഞ്ച് തുടങ്ങിയത്. ജസ്റ്റ് പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് ഈ ചലഞ്ചിലേക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് പോവാം. ഇനി ഡീറ്റോർ ഉണ്ടാവില്ല കേട്ടാ. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. 4 ഹാബിറ്റ്സ് ആണ് നമ്മൾ തുടങ്ങിയത്. ഒന്നാമത്തെ വർക്കൗട്ട്. ഈ ഒരു മാസം കൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ ബോഡിക്ക് ഉണ്ടായ മെയിൻ മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടി ഒന്നാമത്. എനിക്ക് ഹാംസ്ട്രിങ്സിലൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ സ്ട്രെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് കൂടുന്നതിൻ്റെ ഒരു ലിമിറ്റില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ റെസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. ഫുള്ള് വർക്കൗട്ട് മാത്രമല്ല, റെസ്റ്റും പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഓവറായിട്ട് ബേൺ ഔട്ട് ചെയ്തില്ല. കാരണം എനിക്ക് ഓവറായി ചെയ്തിട്ട് ഇഞ്ചുറി കിട്ടി നല്ല ശീലമുള്ളതുകൊണ്ട് നമ്മളൊരു മയത്ര ചെയ്യാറുണ്ടായ. അപ്പോൾ സ്ട്രെങ്ത്തും കൂടിയിട്ടുണ്ട്, പിന്നെ മൊബിലിറ്റിയും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഞാൻ കാലിസ്റ്റനിക്സിനാണ് ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിമ്മിലൊന്നല്ല. അപ്പം ഞാൻ ഹോം വർക്കൗട്ടും പിന്നെ വീക്കിലി 2 വട്ടം ചിലപ്പോൾ, പിന്നെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതും ആഡ് ചെയ്തിട്ട് വീക്കിലി ഒരു ആവറേജ് 2 വട്ടമൊക്കെയാണ് ട്രെയിനിന് പോവാറ്. അപ്പം അത് കാലിസ്റ്റനിക്സിൻ്റെ രീതിയിൽ ഞാൻ പറയണത് കേട്ടോ, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ. പിന്നെ ബോഡി മൊത്തത്തിൽ ആക്റ്റീവ് ആവുമ്പോൾ വർക്കൗട്ട് കഴിയുമ്പോൾ, ഒരു വർക്കൗട്ട് സെഷൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവില്ലേ? വർക്കൗട്ട് ബോഡിയിൽ നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നല്ലൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുക എപ്പോഴും. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്നൊരു ഹാപ്പി ആവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, വർക്കൗട്ട് ഉണ്ടായ മാറ്റം. അടുത്തത് രണ്ടാമത്തെ കാര്യം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റത്തെ ദിവസം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു. തോട്ട്സൊക്കെ വന്ന് ഒട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. കാരണം കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് റിലാക്സ് ആവാൻ പറ്റാറുണ്ട്. മെഡിറ്റേഷൻ ഇരിക്കും കുറച്ചും പെട്ടെന്ന് റിലാക്സ് ആയി, പെട്ടെന്ന് കുറച്ച് നല്ല തോട്ട്സ് ഒക്കെ പെട്ടെന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക്.
അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മെഡിറ്റേഷൻ കൊണ്ട്. പിന്നെ ഇതിലാണ്ടൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു 30 ചലഞ്ചിൽ മെഡിറ്റേഷൻ കാരണം. ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടായി. വേറൊന്നുമല്ല, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡി മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അപ്പൊ എനിക്ക് കുറെ തോട്ട്സുകൾ വരാൻ തുടങ്ങും, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ആ തോട്ട്സ് മാത്രമല്ല, ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ട കുറെ തോട്ട്സുകൾ, ക്രിയേറ്റീവ് ആയ കുറച്ച് തോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങും. നല്ല നല്ല കുറെ ഐഡിയാസ് വരാറുണ്ട്. അതിൽ കുറെ ഒന്നും എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല. എന്റെ ക്യാമറ സ്കിൽസ്, എഡിറ്റിംഗ് സ്കിൽസ് അത്ര ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ പറ്റണതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഹിറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങളിൽ എനിക്ക് ഐഡിയ ഒന്നും കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെറൈറ്റി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവാറില്ല. മെഡിറ്റേറ്റ് ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ് ആകുമ്പോൾ എനിക്ക് നല്ല നല്ല കുറെ ഐഡിയാസ് വരും. ഞാൻ അത് വെച്ചിട്ട് വീഡിയോ എടുക്കും. അങ്ങനത്തെ എനിക്കൊരു ഒരു അഡ്വഞ്ചർ ഉണ്ടായി. അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അത്, മെഡിറ്റേഷൻ കാരണം ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇതൊക്കെയാണ് മെഡിറ്റേഷൻ കാരണം എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ. നമുക്ക് അടുത്തേക്ക് പോവാം. ആ, മൂന്നാമത്തെ കാര്യം. മൂന്നാമത് ജേർണലിംഗ് കൊണ്ട് ഉണ്ടായതാണ്. ഞാനൊരു മാസത്തോളം ജേർണൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് മുന്നും ജേർണൽ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല ജേർണൽ ചെയ്യണത്. മുന്നും കുറച്ചാൾ ജേർണൽ ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. ആ ഒരു രീതിയായിരുന്നു, അറിയാലോ. അപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ജേർണൽ ചെയ്തപ്പോൾ എനിക്ക് മെയിനായിട്ട് ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോട്ട്സ് ഭയങ്കര ക്ലിയർ ആയി. ക്ലാരിറ്റി തോട്ട്സ് ഭയങ്കര കൂടി. എനിക്കിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ തോട്ട്സ് സിമ്പിളായി ഫ്ലോ ചെയ്ത് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഈ 4 ഹാബിറ്റ്സുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ ജേർണലിംഗിലാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് കാരണം ജേർണലിന്റെ അടുത്ത ലെവൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോട്ട്സ് ഒന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് അതിന്റെ ഗോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് തോട്ട്സ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ജേർണലിംഗ് തുടങ്ങിയത്. ആ ഒരു ഗോള് അക്കോംപ്ലിഷ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾ ജേർണലിംഗ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് തോട്ട്സ് ഓർഗനൈസ് ചെയ്യാനേക്കാളും അതും ഉണ്ട്, അതിനേക്കാളും ഉപരി നമ്മുടെ ലൈഫിൽ റിവ്യൂ മെക്കാനിസം കൂടിയാണ്. നമ്മൾ ഇന്ന കാര്യം ചെയ്യാന്ന് വിചാരിക്കും, ആ കാര്യം ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ അറിയാൻ നമുക്ക് തന്നെ അറിയാനുള്ള ഒരു കാരണം. ചില നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ചെയ്യാം, പിന്നെ ആ തോട്ട് പോവും, പിന്നെ ആ തോട്ട ഭാഗത്തേക്ക് ഇല്ല, പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പൊ ജേർണലിംഗ് കാരണം നമുക്ക് അതിനൊരു റിവ്യൂ അല്ല, നമുക്ക് ചെക്ക് ചെയ്യാം അത് നടന്നില്ലേ നമ്മൾ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് ജേർണലിംഗ് കുറെ ഹെൽപ്പ് ചെയ്യും. ഈ ബുക്കുകളൊക്കെ ഉണ്ടോ മുകളില്, ഇതിൽ ഭൂരിഭാഗം ബുക്കും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വാങ്ങിക്കും, ഇങ്ങനെ ഓരോ നല്ല അഭിപ്രായമൊക്കെ കിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇഷ്ടമായിട്ട് എടുത്തിട്ട് നമുക്ക് കാണുമ്പോൾ ഇഷ്ടവും അത് പിന്നെ എടുക്കുന്ന ബുക്കുകളാണ് മിക്കതും. പക്ഷെ ഇതൊന്നും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് കുറെ നാളായിട്ടുള്ള വിഷമാണ്, എനിക്ക് ബുക്ക് വായിക്കണം, ബുക്ക് വായന തുടങ്ങണം. അങ്ങനത്തെ ഒരു കുറെ നാളൊരു ആഗ്രഹം. എന്റെ ഈ വർഷത്തെ ഞാൻ അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വെക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. എന്നാലും ഈ വർഷം ഞാൻ വിചാരിച്ച് ബുക്കിനെ വായിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഗുഡ് റീഡ്സിലൊക്കെ അക്കൗണ്ട് തുടങ്ങി, അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും റെഡി ആയിട്ടുണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബുക്ക് ഈ വർഷം. എന്നാലും കണ്ടിന്യൂറ്റിയോട് നല്ല പ്രശ്നം ഉണ്ടായി. അപ്പൊ നമ്മള് ബുക്ക് കുറച്ച് വായിക്കുമ്പോൾ ഇടയിൽ വെച്ച് ബ്രേക്ക് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇഷ്ടമായ ബുക്കാണെങ്കിലും വീണ്ടും വായിക്കാൻ റെസിസ്റ്റൻസ് ഒന്നും തുടങ്ങി. അങ്ങനത്തെ ഒരു ഫേസിലാണ് ഞാൻ ഈ ബുക്ക് വായനയുടെ ചലഞ്ച് ഇൻക്ലൂഡ് ചെയ്തത്. ബുക്ക് വായന ചലഞ്ചില് വർക്കൗട്ടും ബുക്ക് വായന എനിക്ക് മെയിനായിട്ട് പണി ഉണ്ടായിരുന്നത് ചെയ്യാനായിട്ട്. വർക്കൗട്ട് നിങ്ങൾക്ക് അറിയാം, രാവിലെ മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ അല്ലെങ്കിൽ ആ ടൈം മിസ്സായി കഴിഞ്ഞാൽ. ബുക്ക് വായന 20 പേജ് വായിക്കണം എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഇത് ഞാൻ എന്റെ വായിന്ന് വീണോണ്ട് ഞാൻ തന്നെ എനിക്കൊരു ആപ്പ് വെച്ചോണ്ട് അത് കുറച്ച് പണിയായിരുന്നു. കാരണം ചില ദിവസങ്ങൾ 20 പേജ് എത്താറില്ല. ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ലേ, ആർക്കും ഉറക്കപ്പിച്ചിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട് ബുക്ക്. 20 പേജ് ആക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ ആക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ. പക്ഷെ ബുക്ക് വായിച്ചു തുടങ്ങിയ പിന്നെ ഞാൻ സിനിമ കാണൽ കുറഞ്ഞു. നല്ലതാണോ മോശമാണോന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഉച്ചയ്ക്കൊക്കെ ടൈം കിട്ടും, ഞാൻ സിനിമയൊക്കെ കാണും, സീരീസൊക്കെ കാണും. ഞാൻ അനിമയൊക്കെ നല്ലോണം കാണുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. ബുക്ക് വായിച്ചു തുടങ്ങിയ പിന്നെ ഞാൻ അതിന്റെ ഒക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമകൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾ മാത്രമല്ല, അല്ലാണ്ട് ഫോണിലൊക്കെ കാണുന്ന സിനിമകളിലൊക്കെ കുറഞ്ഞു. പിന്നെ അതിനേക്കാൾ ഉപരി ബുക്ക് വായിക്കുമ്പോഴേ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണോ സീക്കാണ് ആ സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുള്ള രീതിയിൽ. പിന്നെ പല ആൾക്കാരും ഒരു ബുക്ക് തന്നെ പല ആൾക്കാർ പല രീതിയിൽ വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾക്ക് ഹിറ്റ് ചെയ്യണ കാര്യങ്ങളായിരിക്കില്ല വേറെ ആൾക്ക് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈൻസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. അതൊക്കെ കാണുമ്പോൾ വേറൊരു ലെവൽ ഫീലിംഗ് ആണ് അതൊക്കെ.
സിനിമയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ചില സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയാനുള്ള. പക്ഷെ ബുക്ക് വായിക്കുമ്പോൾ ആ ഒരു ഇതും, പിന്നെ ബുക്ക് വായന പൊതുവെ ആൾക്കാർ കാണാൻ കുറച്ചുകൂടി ബെറ്റർ ഒരു ഹാബിറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ ഇമാജിനേഷനും നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ സിനിമ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, വെറുതെ ഫോൺ പിടിച്ച് അതുപോലെ അല്ലല്ലോ. ഇരുന്ന് വായിച്ച് ഓരോ ലൈൻ ഇരുന്ന് വായിച്ച് അങ്ങനെ പ്രോസസ് ചെയ്യണ്ട നമ്മൾ, കുറച്ചുകൂടെ പണിയുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ചെറുതായിട്ട് ബുക്ക് വായന കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇമാജിനേഷൻ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ട്. അല്ലാണ്ട് ഞാനിവിടെ ഒരു അടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സിനിമയാണ് ബുക്കാണ് പെട്ടെന്ന് അടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നല്ലതൊക്കെ തന്നെയാണ്, ഒന്നും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബുക്ക് വായിക്കാൻ അങ്ങനത്തെ ഒരു ഗുണം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ എനിക്കറിയില്ല, ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇതിലെ നമ്മുടെ ചലഞ്ചിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, വീഡിയോ എടുക്കലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ ബുക്ക് വായന കഴിഞ്ഞു. അപ്പോൾ ഈ 4 നമ്മൾ ചെയ്ത ചലഞ്ചസ്, ഇതൊക്കെയാണ് എനിക്ക് ഉണ്ടായ ഇമ്പ്രൂവ്മെന്റ്. ബുക്ക് വായനയിൽ ഇമ്പ്രൂവ്മെന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, സോറി, മിസ്റ്റേക്ക്. ഇമ്പ്രൂവ്മെന്റ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഇപ്പോൾ ബുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ റെസിസ്റ്റൻസ് നന്നായി കുറഞ്ഞിട്ടുണ്ട്, വായിക്കാനുള്ള റെസിസ്റ്റൻസ്. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല 20 പേജ് എനിക്ക് കംപ്ലീറ്റ് ആവാറില്ല. അപ്പോൾ കുറച്ച് ഞാൻ വായിക്കും. ആ ഹാബിറ്റ് അങ്ങനെ ലൈവായി നിർത്തണം നമ്മൾ, എന്നാൽ മാത്രമേ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് തോന്നണം. ഒരു 100 പേജ് വായിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് 1 പേജ് വായിക്കാം. അടുത്ത ദിവസം കുറച്ച് ടൈം ഇടണമെങ്കിൽ കുറച്ച് കൂടുതൽ വായിക്കാം. എല്ലാ ദിവസവും ജസ്റ്റ് 1 പേജ് വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പഠിച്ചൊരു കാര്യം. അതാണ് ഞാൻ നിങ്ങളത് പറയാറുണ്ട്. ബുക്ക് വാങ്ങാൻ കംപ്ലീറ്റ് ആയില്ല, ഞങ്ങൾക്ക് തോറ്റല്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫേക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. എന്തിനിപ്പോ ഫേക്ക് ചെയ്തിട്ട്? ഞാൻ എന്നിൽ തന്നെ മാറ്റം പ്രതീക്ഷിച്ചിട്ടാണ് സാധനം തുടങ്ങിയത്. പിന്നെ ഫേക്ക് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബുക്ക് വാനിൽ അതാണ് ഉണ്ടായ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ആദ്യത്തെ 3 ചോദ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒന്നാമത്തെ ചോദ്യം, ഈ ചലഞ്ച് കാരണം എൻ്റെ ലൈഫ് ഏതെങ്കിലും രീതിയിൽ ബെറ്റർ ആയോ? എനിക്ക് തോന്നണത് ബെറ്റർ ആയി എന്നാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ ഞാൻ കുറച്ചുകൂടെ അനലൈസ് ചെയ്ത്, ഐ മീൻ ചിലപ്പോൾ അപ്പം അനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന് ശേഷമാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടെങ്കിൽ അടുത്ത വട്ടം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് പെരുമാറാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ലൈഫ് ലോങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു മാറ്റമായിരിക്കില്ല അത്, നമ്മൾ തന്നെ കുറച്ച് റിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഫസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം അതാന്ന് തോന്നുന്നു. അടുത്ത്, ഈ ചലഞ്ച് ഞാനൊരു ബെറ്റർ പേഴ്സൺ ആക്കിയോ? ബെറ്റർ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റീവ് ആയിട്ട് ടൈമാണെന്ന് എനിക്കറിയാം. എൻ്റെ ടൈപ്പ് ഓഫ് ബെറ്റർ പേഴ്സൺ ആയിരിക്കില്ല നിങ്ങളുടെ ടൈപ്പ് ഓഫ് ബെറ്റർ പേഴ്സൺ, അതെനിക്കറിയാം. പക്ഷെ എൻ്റെ ടൈപ്പ് ഓഫ് ഒരു ബെറ്റർ പേഴ്സൺ ഉണ്ട്. എനിക്ക് പണ്ടേ മുതലേ ഇങ്ങനെ കുറെ വായിച്ച് കുറെ അറിവുള്ള ഓരോ ആൾക്കാർ, ഇനി പണ്ടത്തെ കുറെ അച്ചാച്ചന്മാരൊക്കെ ഇല്ലേ, കുറെ ജീവിതാനുഭവങ്ങളോ അതിൽ നിന്ന് കിട്ടിയ കുറെ അറിവും ഉള്ള ആൾക്കാരൊക്കെ, അവരൊക്കെ ഞാൻ ഭയങ്കര മതിപ്പോടുകൂടി കാണാറ്. അവരെ അറിവും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര സീൻ തന്നെ ഇതല്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞതാ. അങ്ങനെ അത്യാവശ്യം നല്ല മതിപ്പോടുകൂടി ഞാൻ കാണാറ്. അപ്പൊ എനിക്കതുപോലെ ആവണമെന്ന് കുറെ വായിച്ച് കുറെ അറിഞ്ഞ് അങ്ങനത്തെ ഒരു, എനിക്ക് പണ്ടേ മൂലം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിലേക്ക് ഈ ചലഞ്ച് തന്നെ കുറച്ചും കൂടെ പുഷ് ചെയ്തെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ വായന വഴി അറിവും, കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ കാമൻ കമ്പോസ്റ്റ് ഡീൽ ചെയ്ത് സോൾവ് ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അതിന് ഒരു ശതമാനം എന്നെ അത് പുഷ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെറ്റർ പേഴ്സൺ ആക്കി എനിക്ക് പറയാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഈ ചാലഞ്ച് ശരിക്കും വേർത്താണോ? വേർത്താണ്. ഈ 2 കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് എനിക്ക് വേർത്തായിട്ട് തന്നെ തോന്നിയേക്കണമെന്ന്. ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഈ ചാലഞ്ച് തുടങ്ങിയ സമയത്ത് ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യായിരുന്നു. എൻ്റെ പണ്ടത്തെ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യായിരുന്നു. അപ്പോഴത്തെ ബുക്ക് കൺസിസ്റ്റന്റ് അല്ലാത്ത കുറച്ച് ഫോൺ അഡിക്ഷനും ഒക്കെ ഉള്ള എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യായിരുന്നു. എനിക്ക് അന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യുന്ന നല്ലൊരു കാര്യം തോന്നുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല, ഇതിന് എന്ത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് നല്ല കാര്യം എനിക്ക് തോന്നി. കാരണം എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താവും ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അന്നെനിക്ക് വേറെ റെസ്ട്രിക്ഷൻ ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ഇന്ന് മിലേക്ക് പോയില്ലെങ്കിൽ മിലേക്ക് പോയില്ല, മിലേക്ക് പോയെങ്കിൽ മിലേക്ക് പോയി, ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് സ്ട്രെസ്സൊക്കെ ഭയങ്കര കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ വേർത്താണോ എന്നുള്ള ചോദ്യത്തിലേക്ക് തിരിച്ചു വരാണെങ്കിൽ, ആ പണ്ടത്തെ തന്നെ 1% കുറച്ച് ബെറ്റർ ആക്കാൻ ഈ ചാലഞ്ചിനെ പറ്റിയെങ്കിൽ ഈ ചാലഞ്ച് എന്തുകൊണ്ട് വേർത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, വേറെ കുറെ തോട്ട്സ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പെട്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം ടൈം മിക്കവാറും വീട് നല്ല ലെങ്ത് ഉണ്ടാവും.
നമുക്ക് വരുന്ന ദിവസം സംസാരിക്കാം, ഡീപ്പായി സംസാരിക്കാം. അതിലൊരു കാര്യം ഞാൻ ജസ്റ്റ് ഹിന്റ് ചെയ്യാം. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ജോലിക്കാണ്, ആഫ്റ്റർ ഓൾ ഒരു ജോലിക്കാണ്, അതിനപ്പുറത്തേക്കൊന്നുമല്ല. അപ്പം എത്ര ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യണം, എവിടെ വെച്ച് ഞാൻ നോ പറയണത് നോ പറയണം എന്നൊരു തോട്ട് ഈ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ജോലി മാത്രമല്ല ജീവിതം, അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുടെ ജീവിതത്തിൽ തോട്ടും എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീട്ടിൽ പിന്നെ പറയാം. അപ്പോൾ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. ഈ 30 ദിവസം രസമായിരുന്നു. എന്നെ തന്നെ ചാലഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റി. അതിന് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഈ കാര്യങ്ങൾ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കുറച്ച് ഞാൻ പഠിക്കാൻ പറ്റി എനിക്ക്. വർത്ത് ഇറ്റ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫുൾ സപ്പോർട്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്ത് ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ശരി.